ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ പുറംഭാഗമൊക്കെ മുരിഞ്ഞ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പോളം മൈദ എടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പഴംപൊരിക്ക് അനുസരിച്ച് മാവിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിലും കുറച്ച് കുറവാണ്, അത്രയും മതി. നമ്മൾ ഒത്തിരി കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴംപൊരിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം ദോശമാവ് ചേർത്ത് കൊടുക്കാം. ഹോട്ടലുകളിലൊക്കെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവരൊന്നെങ്കിൽ ചോറ് അല്ലെങ്കിൽ ദോശമാവൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് പഴംപൊരി റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിവിടെ ഈ പഴംപൊരി റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്. നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. നമ്മൾ പഴത്തിലൊക്കെ മാവ് ഒന്ന് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഫുഡ് കളറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരിന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ബാറ്ററൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ദോശമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് അരച്ച് ചേർത്ത് കൊടുത്താലും മതി. കടകളിലൊക്കെ സാധാരണ അവരൊന്നെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ദോശമാവ് കുറച്ച് ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്കിതിലേക്ക് സോഡപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഞാനിവിടെ 4 മീഡിയം സൈസ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതേ വലുപ്പത്തിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ വളരെ സുഖമായിരിക്കും, ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ. ഞാനിപ്പോൾ ഇതാ ഒരു പഴം 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതും അതുപോലെ പഴുപ്പേറിയതും പഴുപ്പ് കുറഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ മീഡിയം പഴുപ്പിൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഴംപൊരി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പഴമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായി വരണം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം മാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒത്തിരി ലൂസാക്കി എടുക്കരുത്. ഒരു മിതമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ കവറായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇതേ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടുന്നത്. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി ഏകദേശം അതേ കളറിലായിരിക്കും. പഴംപൊരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഒത്തിരി സമയമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മളങ്ങനെ ഒത്തിരി സമയമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും എണ്ണയൊക്കെ കുടിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ ഏകദേശം നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കളറിലൊക്കെ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിലും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി തന്നെയാണിത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ദോശമാവോ അല്ലെങ്കിൽ കുറച്ച് ചോറൊക്കെ അരച്ച് നമ്മൾ മാവിൽ കൂടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.